ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് അറിയാലോ, ട്രിഗണോമെട്രി അല്ലേ. ത്രികോണമിതി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ത്രികോണമിതി അംശബന്ധങ്ങൾ എന്നും വിളിക്കും. ത്രികോണമിതി അംശബന്ധം, ട്രിഗണോമെട്രിക് റേഷ്യോസ്, അതിനെക്കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതായത് അതിൻ്റെ രണ്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ്, രണ്ട് മട്ട ത്രികോണങ്ങൾ, രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ്, ഡിഫറെൻറ്റ് ആംഗിൾസ്, ദാറ്റ് ഈസ് 45 ഡിഗ്രി 90 ഡിഗ്രിയും 30, 60, 90 ഡിഗ്രിയും വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസിൽ എങ്ങനെ അതിൻ്റെ മെഷേഴ്സ് കണ്ടുപിടിക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ മെഷേഴ്സ് കണ്ടുപിടിക്കുക, എല്ലാ മെഷേഴ്സ് മീൻസ് ആംഗിൾസും അതിൻ്റെ സൈഡുകളും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ട്രിഗണോമെട്രി എന്നതിൻ്റെ അർത്ഥം. അതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. കൂടാതെ നമ്മൾ മറ്റ് ഒരു 6 റേഷ്യോസും നമ്മൾ അതിനോടൊപ്പം തന്നെ പഠിച്ചു. 6 റേഷ്യോസ് ഏതായിരുന്നു? സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക്ക് ആൻഡ് കോട്ട്. ടി റേഷ്യോസ് എന്നറിയപ്പെടുന്ന മറ്റ് ത്രികോണമിതി അല്ലെങ്കിൽ ത്രികോണമിതി അംശബന്ധങ്ങളും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. എല്ലാ ഇക്വേഷൻസും ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. എന്താണ് സൈൻ? സൈൻ ഏത് സൈഡുകളുമായി ബന്ധപ്പെട്ടതാണ്? കോസ് ഏത് സൈഡുകളുമായി ബന്ധപ്പെട്ടതാണ്? ആ സൈഡ് ടാൻ, അതുപോലെ കൊസീക്ക്, കോട്ട്, ടാനൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ അതുപയോഗിച്ചുള്ള പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യും എന്നാണ് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ആ സൈൻ, കോസ്, ടാനൊക്കെ നമ്മളെങ്ങനെ അപ്ലൈ ചെയ്ത് അതിൽ നിന്ന് സോൾവ് ചെയ്ത് നമ്മളെങ്ങനെ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾസ്, ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ പല ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മളൊന്ന് പഠിക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക് എന്ന് പറയുന്ന അതൊക്കെ നമുക്കറിയാം. അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മുടെ സൈഡ്സ് കണ്ടുപിടിക്കുമ്പോൾ സൈൻ, കോസ്, ടാൻ ഇവയുടെ വാല്യൂസ് കാണിക്കുന്ന ഒരു ടേബിൾ ഉണ്ട്. എന്ന് വെച്ചാൽ സൈൻ ഓരോ ആംഗിൾസും സൈൻ 1 ഡിഗ്രി തുടങ്ങി അതിൻ്റെ ഓരോ ആംഗിൾസ് എങ്ങനെ നമ്മൾ കൊടുക്കും, 90 ഡിഗ്രി വരെയുള്ള ആംഗിൾസിൻ്റെ മെഷർമെൻറ്റുകൾ ഒരു ഡെസിമൽ വാല്യൂസ് ആയിട്ട് നമുക്ക് ഉണ്ട്. നമുക്കതൊരു ടേബിൾ, നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ തരുമ്പോൾ തന്നെ അതിൻ്റെ വാല്യൂസ് നമുക്ക് ബ്രാക്കറ്റിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അല്ലാതെ ആ ടേബിളൊക്കെ കാണാതെ ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട്, അതായത് 1 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ വരുന്ന ആ ഒരു വിലകളാണ് നമുക്ക് ആ സൈൻ, കോസ്, ടാനിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മുഴുവൻ കാണാതെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ആംഗിളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് ബ്രാക്കറ്റിൽ സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും തന്നിട്ടുണ്ടാവും. അത് നമ്മൾ കൊടുത്ത് നമ്മളതിൻ്റെ വാല്യൂസ് കൊടുത്തിട്ട് നമുക്ക് സൈഡ്സ് ഒക്കെ കണ്ടുപിടിക്കാം, ലെങ്ത് ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാം, വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൽ നിന്ന് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണണമോ അല്ലെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണണോ, ചുറ്റളവും പരപ്പളവ് വിസ്തീർണമൊക്കെ കാണണമെങ്കിൽ നമുക്ക് അതും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കി എഴുതിയും വരച്ചൊക്കെ എടുക്കുക. ഫിഗർ തന്നിട്ടായിരിക്കാം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പോലെ ഒരു വേർഡ് പ്രോബ്ലം പോലെ തന്നിട്ടുണ്ടാകും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഫിഗർ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഒരു ചെറിയ റൈറ്റ് ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. റൈറ്റ് ട്രയാങ്കിളിന്റെ പേര് കൊടുത്തിരിക്കുന്നത് ABC എന്നാണ്. ഇറ്റ് ഈസ് റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി എന്ന് പറയുന്ന സ്ഥലത്താണ് റൈറ്റ് ആംഗിൾ വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 90 ഡിഗ്രി. സി എന്ന് പറയുന്ന ആംഗിൾ 25 ഡിഗ്രി തന്നിട്ടുണ്ട്. ആൻഡ് ദ സൈഡ് ഹൈപ്പോട്ടന്യൂസ് ഇത് 20 സെന്റിമീറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് യു ഹാവ് ടു ഫൈൻഡ് ദ അതർ 2 സൈഡ്സ്. ഈ സൈഡും കാണണം, ഈ സൈഡും കാണണം. ഈ മറ്റ് 2 വശങ്ങൾ കാണുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ തന്നിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഇൻഫോർമേഷൻസ് അവിടെ തന്നിരിക്കുന്നത് ഈ ഫിഗറിൽ തന്നെയുണ്ട്. അതൊരു വേർഡ് പ്രോബ്ലം പോലെ തരാതെ ഒരു ക്വസ്റ്റ്യൻ ഒരു ഫിഗർ ആയിട്ട് തന്നിരിക്കുന്നു. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് യു ഹാവ് ടു ഫൈൻഡ് ദ അതർ 2 സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. ഈ ത്രികോണത്തിന്റെ മറ്റ് 2 വശങ്ങൾ കൂടി കണ്ടുപിടിക്കുക. ഒരൊറ്റ വശം മാത്രമേ തന്നിട്ടുള്ളൂ, ദാറ്റ് ഈസ് ദ ഹൈപ്പോട്ടന്യൂസ്. അത് കർണം മാത്രമാണ്. 25 ഡിഗ്രി ഒരു കോൺ തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ ഏതെങ്കിലും ഒരു ആംഗിൾ ബേസ്ഡ്, ഏതെങ്കിലും ഒരു അക്യൂട്ട് ആംഗിൾ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ സൈൻ, കോസ്, ടാനൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന ട്രയാങ്കിൾ ഒരു ആംഗിൾ ഓൾറെഡി 90 ഡിഗ്രി ആയിരിക്കും. മറ്റ് 2 ട്രയാങ്കിൾ എന്ന് പറയുന്നത് ദ സം ഓഫ് 2 ആംഗിൾസ് വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി. മറ്റ് 2 കോണുകളുടെ അളവുകളുടെ തുക 90 ഡിഗ്രി ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ആ 2 കോണുകളും എന്ത് കോണുകളാണെന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം? ന്യൂന കോണുകളാണ്, അക്യൂട്ട് ആംഗിൾസ് ആണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു അക്യൂട്ട് ആംഗിളും കൂടി നമുക്ക് തന്നിട്ടുണ്ടാവും. ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ സി ആണ്, ദാറ്റ് ഈസ് 25 ഡിഗ്രി. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന കുറച്ച് വാല്യൂസ് ആണ്. സൈൻ 25 ഡിഗ്രീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.43,
അതോടൊപ്പം തന്നെ cos 25 തന്നിട്ടുണ്ട്. ഇതിന്റെ വില 0.91 ആൻഡ് tan 25ന്റെ വില തന്നിരിക്കുന്നത് 0.4666 ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ടേബിൾ വാല്യൂസ് ഓഫ് സൈൻ കോസ് ടാൻ 25. അതായത് സൈനിന്റെ 25 ഡിഗ്രി, കോസിന്റെ 25 ഡിഗ്രി, ടാന്റെ 25 ഡിഗ്രി ഡിഫറെന്റ് വാല്യൂസ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 4, 3, 2 ഉണ്ട്. അപ്പോൾ ഈ വാല്യൂസ് തന്നിരിക്കെ ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം 45 ഡിഗ്രി അതുപോലെ തന്നെ 90 ഡിഗ്രിയും 30, 60, 90 ഡിഗ്രിയും വരുന്നതിന് ഒരു റേഷ്യോ ഓഫ് സൈഡ്സ് നമുക്ക് അറിയായിരുന്നു അല്ലെ. വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം ആ രണ്ട് തരത്തിലുള്ള ത്രികോണങ്ങൾക്കും ഉണ്ടായിരിക്കുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വശങ്ങൾ തമ്മിൽ ഇനി അതുകൂടാതെ വരുന്ന ട്രയാങ്കിൾസ് ആണ് പല അളവുകളായിട്ട് 90 ഡിഗ്രി വരുന്ന മറ്റ് അളവുകളാണെങ്കിൽ എങ്ങനെയാണ്, അപ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ഇത് ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെ മറ്റ് സൈഡ്സ് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയാൽ നമുക്ക് ഏതൊക്കെ സൈഡാണ് കാണേണ്ടത് നോക്കാം. 25 ഡിഗ്രിയെ എന്ന് പറയുന്ന ആംഗിളിനെ ബേസ് ചെയ്ത് നോക്കണം. 25 ഡിഗ്രി ആംഗിളിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ആ 25ന്റെ അടുത്ത് കിടക്കുന്നത് ദാറ്റ് ഇസ് കോൾഡ് അഡ്ജസന്റ് സൈഡ്. അറിയാലോ അല്ലെ, സമീപവശം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അഡ്ജസന്റ് സൈഡ്, സമീപവശം. 25നെ തന്നെ ആസ്പദമാക്കി നമുക്ക് പറയാം AB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് സൈഡ്, എതിർവശമാണ്. അപ്പൊ നമുക്ക് ഇനി അതുപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക നോക്കാം. നമുക്ക് ഒരു വശം ഓൾറെഡി തന്നിട്ടുണ്ട്. ഏതാണ് തന്നിരിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസും ഓപ്പോസിറ്റ് സൈഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ റേഷ്യോ വരുന്ന സൈനും അതുപോലെ തന്നെ അഡ്ജസന്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും തരുന്ന കോസിന്റെ വാല്യൂ ഒക്കെ നമുക്ക് അറിയാം. ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് കൊടുക്കാം എന്ത്? sin 25 is equal to ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ കർണം എന്നാണ്. sin 25 സൈൻ എന്ന് പറയുന്നതിന്റെ എന്താ പറയാ ഇക്വേഷൻ ഇതാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, എതിർവശം ബൈ കർണമാണ്. അപ്പൊ sin 25നെ നമുക്ക് ഇവിടെ ഈ ടേബിളിൽ നോക്കി നമുക്ക് അതിന്റെ വാല്യൂ sin 25ന്റെ അവിടെ കൊടുക്കാം. 0.432 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. വാട്ട് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് 25 ഡിഗ്രി? 25 ഡിഗ്രി കോണിന്റെ ഓപ്പോസിറ്റ് സൈഡ്. അത് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, നമുക്ക് തന്നിട്ടില്ല അതിന്. പക്ഷേ അപ്പൊ നമുക്ക് പേര് കൊടുക്കാം AB. അതിന്റെ അളവ് അറിയില്ല, AB എന്ന് പേര് കൊടുക്കാം. ആൻഡ് ഹൈപ്പോട്ടന്യൂസ് അത് നമുക്ക് തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ ഇവിടെ കൊടുക്കുന്നു, 20 എന്ന് കൊടുക്കുന്നു. യു ഹാവ് ടു ഫൈൻഡ് AB. അപ്പൊ നമുക്ക് AB അല്ലേ കാണേണ്ടത്? ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. AB അവിടെ നിർത്താം. ഇതിവിടെ ഡിവൈഡ് ചെയ്യാനുള്ളതാണ്. ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്താകും? മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നമുക്ക് വേണ്ടത് 20 × 0.432, 20 × 0.432 ഗുണിച്ചാൽ മതി അല്ലെ. അപ്പൊ 20 കൊണ്ട് 432നെ ഗുണിക്കാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. എന്നിട്ട് ലാസ്റ്റ് പോയിന്റും 0 ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. 2 × 2 4, 3 × 2 6, 4 × 2 8. നമുക്ക് 20 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ആ 20യുടെ ഒരു 0 അവിടെ ഇട്ട് കൊടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് 3 ഡിജിറ്റ് നീക്കി എന്ത് ചെയ്യണം? നമ്മൾ ഡെസിമലർ 1, 2, 3 ദാറ്റ് ഈസ് ആൻസർ ഈസ് 8.64 എന്നോ അല്ലെങ്കിൽ 8.6 സെന്റിമീറ്റർ. നമുക്കറിയാം സെന്റിമീറ്റർ ഒക്കെ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചല്ലേ നമ്മൾ വരയ്ക്കുന്നത് അതൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് അത് പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഡെസിമൽ കഴിഞ്ഞ് തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ കൂടി നമുക്ക് നമ്മുടെ സ്കെയിലിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. 8.5, 8.2, 8.3, 9 വരെയൊക്കെ നമുക്ക് പറ്റും. എന്നാൽ 2 ഡിജിറ്റ് വരുമ്പോൾ നമുക്കത് പറ്റില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ആദ്യത്തെ ഡിജിറ്റിലേക്ക്, ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സംഖ്യയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കൺവേർട്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് ഡെസിമൽ പ്ലേസിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. അപ്പോൾ 6 കഴിഞ്ഞ് നമുക്ക് കിടക്കുന്ന രണ്ടാമത്തെ സംഖ്യ ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 5, 5ഓ 5ൽ കൂടുതലോ ആണെങ്കിൽ അതിൽ നിന്ന് ഒരു 1 എടുത്ത് തൊട്ടിപ്പുറത്തെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഖ്യയുടെ കൂടെ കൂട്ടുക. അല്ലെങ്കിലോ ആ ഭാഗം അങ്ങോട്ട് കളഞ്ഞേക്കുക. അപ്പൊ 5നേക്കാൾ കുറവാണെങ്കിൽ കളഞ്ഞേക്കുക. അപ്പൊ 5നേക്കാൾ കുറവാണല്ലോ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. 8.64 ആണ്. അപ്പൊ 4 വേണ്ട, നമുക്ക് 8.6 എടുത്താൽ മതി. സോ ABയുടെ നീളം നമുക്ക് കിട്ടി 8.6 സെന്റിമീറ്റർ. അപ്പൊ AB കിട്ടി. മറ്റ് സൈഡുകൾ രണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, 2 സൈഡ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ AB ആണ് ഞാനിപ്പോൾ ആദ്യം കണ്ടുപിടിച്ചത്. 8.6 സെന്റിമീറ്റർ കിട്ടി. ഇനി നമുക്ക് വീണ്ടും നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അടുത്തൊരു വശം കൂടി കാണണ്ടേ? ഹൈപ്പോട്ടന്യൂസ് മാത്രമേ ഉള്ളൂ. നമുക്ക് BC എന്ന് പറയുന്ന അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കാം. BC എന്ന് പറയുന്ന അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കാൻ ഓൾറെഡി ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. അപ്പൊ അത് തമ്മിൽ വരുന്ന, അതായത് അഡ്ജസന്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും സമീപവശവും കർണവും തമ്മിൽ വരുന്ന അംശബന്ധം വരുന്ന ഏത് വാല്യൂ ആണുള്ളത്? കോസ് ആണ്. നമ്മൾ പഠിച്ചു ഇക്വേഷൻ. അപ്പൊ നമുക്ക് എടുക്കേണ്ടത് cos 25 is equal to adjacent side by hypotenuse. ഞാൻ കംപ്ലീറ്റ് ചെയ്ത് എഴുതുന്നില്ല, നിങ്ങൾ അതിന്റെ മനസ്സിലാക്കുക. അത്
ഷോർട്ട് ഫോമിൽ എഴുതിയിട്ടുള്ളൂ. അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, സമീപവശം ബൈ കർണമാണ്. അപ്പൊ cos 25ന്റെ വാല്യൂ നമുക്ക് കൊടുക്കാം 0.91. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിന്റെ ടാനിന്റെ വാല്യൂ ഉപയോഗിച്ചില്ലല്ലോ എന്ന്. അപ്പൊ തരുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തരിക, കാരണം നമ്മളേത് ഇക്വേഷനിൽ നമ്മളേത് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കും എന്ന് അറിയാനും കൂടി വേണ്ടിയിട്ടാണ് തരുമ്പോൾ ഈ 3 വാല്യൂസും ഒരുമിച്ചാ തരിക. ചിലപ്പോൾ ഒരെണ്ണം മാത്രമായിട്ടൊക്കെ തരും. അപ്പൊ സൈൻ കോസ് ടാൻ 3 വിലയും തന്നിട്ട് നമ്മളിപ്പോൾ എടുത്തത് സൈനും കോസും മാത്രമേ എടുത്തുള്ളൂ. ബിക്കോസ് നമുക്ക് ഇവിടെ ടാനിന്റെ ഉപയോഗം വേണ്ടി വന്നില്ല. മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ആദ്യത്തേൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുത്താണ് നമ്മൾ എന്ത് ചെയ്തത്, സൈൻ ഉപയോഗിച്ച് ചെയ്തത്. അതേസമയം ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് എടുത്തെങ്കിലോ നോക്കുക, 2 വാല്യൂം ഇല്ലാത്തതാണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് തന്നിട്ടില്ല, അഡ്ജസെന്റ് സൈഡും തന്നിട്ടില്ല. അപ്പൊ ഏതെങ്കിലും ഒരു വാല്യൂ ഓൾറെഡി തന്നിരിക്കണം, ആ വാല്യൂമായിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെയും അങ്ങനെ എടുത്തത്, അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ഓൾറെഡി നമ്മൾ അഡ്ജസെന്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കുന്നു, ബി സി ബൈ ഹൈപ്പോട്ടന്യൂസ് 20 തന്നെയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ബി സി കാണാനായിട്ട് 20 into 0.91 മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പൊ 20 കൊണ്ട് 0.91 ഗുണിക്കണം. അപ്പൊ നമുക്ക് 91 2 കൊണ്ട് ഗുണിക്കാം, 2 18. ഈ ഒരു 0 ഇട്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ 0 20ന്റെ ഒരു 0 ഇടാതെയാണ് ഗുണിച്ചത്, ഇട്ട് കൊടുക്കുന്നു. 2 സ്ഥാനം നീക്കി 0.1 ഇവിടെ ആണ് 2 ഇടാ. അപ്പൊ 18.2 സെന്റിമീറ്റർ ആണ് നമുക്ക് എന്ത് കിട്ടുക, അഡ്ജസെന്റ് സൈഡ് കിട്ടുക 18.2 സെന്റിമീറ്റർ. കണ്ടല്ലോ. അപ്പൊ സൈൻ കോസ് ടാൻ വാല്യൂസ് നമുക്ക് അതിന്റെ വാല്യൂസ് ടേബിളിൽ തന്നിരിക്കെ നമുക്ക് ട്രയാങ്കിളിന്റെ മറ്റ് സൈഡുകൾ കണ്ടുപിടിക്കാൻ ഈ വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് സൈൻ കോസ് ടാൻ അപ്ലൈ ചെയ്ത് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും കണ്ടുപിടിക്കാനായിട്ട് സൈൻ കോസ് ടാൻ നമുക്ക് കൂടുതൽ സഹായകരമാണ്. അപ്പോൾ ഈ രീതിയിലാണ് അത് ചെയ്യുക. നോക്കാം, നമ്മൾ സൈൻ ഉപയോഗിച്ച് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് വെച്ചിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ആദ്യം കണ്ടുപിടിച്ചു. രണ്ടാമത് കോസ് ഉപയോഗിച്ച് അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, അഡ്ജസെന്റ് സൈഡും കണ്ടുപിടിച്ചു. കിട്ടിയല്ലോ. അപ്പൊ ഒന്നാമത്തെ പ്രോബ്ലം അതാണ്. അടുത്ത പ്രോബ്ലം ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഒരു വേർഡ് പ്രോബ്ലം ആയിട്ടാണ്. തന്നിരിക്കുന്ന ഫിഗർ അല്ല, ആംഗിൾ എ 90 ഡിഗ്രി തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഉപയോഗിച്ച് നമ്മൾ തന്നെ ഒരു ഏകദേശ ചിത്രം, ഒരു ഫിഗർ, റഫ് ഫിഗർ നമ്മൾ വരച്ച് നോക്കിയിട്ട് വേണം അതിന്റെ വാല്യൂസ് ഒക്കെ എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ അളവുകളാണ് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ അത് ബാക്കിയുള്ളത് കണ്ടുപിടിക്കണം. ആംഗിൾ എ 90 ഡിഗ്രി തന്നിട്ടുണ്ട്. ആംഗിൾ പി ആണ്. ആംഗിൾ പി 90 ഡിഗ്രി. ആംഗിൾ ക്യൂ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ആംഗിൾ ക്യൂ 40 ഡിഗ്രി. ദെൻ ക്യൂ ആർ 25 സെന്റിമീറ്റർ. തന്നിരിക്കുന്ന വാല്യൂസ് തന്നിരിക്കുന്നത് ഇതാണ്. സൈൻ 40 ഈക്വൽ ടു 0.64, കോസ് 40 ഈക്വൽ ടു 0.76 ആൻഡ് ടാൻ 40 ഈക്വൽ ടു 0.84. ബ്രാക്കറ്റിൽ ഇതിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. കാരണം തന്നിരിക്കുന്ന അക്യൂട്ട് ആംഗിൾ മെഷർ ഏതാണ് ബേസ് ചെയ്ത് എടുക്കേണ്ടത്, 40 ആണ്. അതുകൊണ്ടാണ് എല്ലാം സൈൻ കോസ് ടാന്റെ വാല്യൂസ് ഒക്കെ 40 ഡിഗ്രിയുമായി ബന്ധപ്പെടുത്തി തന്നിരിക്കുന്നത്. യു ഹാവ് ടു ഫൈൻഡ്, ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. ചുറ്റളവാണ് കാണേണ്ടത്. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ടുള്ള ത്രികോണം എന്താണോ ആ ത്രികോണത്തിന്റെ പെരിമീറ്റർ കാണണം. ചുറ്റളവ് കാണണമെങ്കിൽ ചുറ്റളവ്, പെരിമീറ്റർ മീൻസ് എല്ലാ സൈഡ്സും കൂടി കൂട്ടണം, എല്ലാ വശങ്ങളും കൂടി കൂട്ടണം. അതിന് ഒറ്റ സൈഡേ നമുക്ക് തന്നിട്ടുള്ളൂ. ക്യു ആർ തന്നിട്ടുണ്ട് 25 സെന്റിമീറ്റർ. ബാക്കിയുള്ള സൈഡുകൾ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ അതിന്റെ എന്ത് കണ്ടുപിടിക്കാനായിട്ട്, അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കൊന്ന് റഫ് ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഇവിടെ സൈഡില് ട്രയാങ്കിൾ പി ക്യു ആർ ആണ്. എവിടെയാണ് 90 ഡിഗ്രി എന്ന് നോക്കുക. തന്നിരിക്കുന്ന അതുപോലെ തന്നെ എഴുതാം. ആംഗിൾ പി ആണ് 90 ഡിഗ്രി. അപ്പൊ ഞാൻ ഇവിടെ പി കൊടുക്കുകയാണ്. ഇവിടെ ക്യു, ഇവിടെ ആർ. ആംഗിൾ ക്യൂ 40 ഡിഗ്രിയാണ്. അപ്പൊ ഈ ആംഗിളിനെയാണ് ബേസ് ചെയ്ത് വരേണ്ടത്. ആംഗിൾ ക്യൂ 40 ഡിഗ്രി. ക്യൂ ആർ ദാറ്റ് മീൻസ് 25 സെന്റിമീറ്റർ തന്നിരിക്കുന്നത് ക്യൂ ആർ ആണ്. അത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ നോക്കിയേ, നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ഓൾറെഡി ഉണ്ട്. നമുക്ക് ബേസ്, അതായത് ഇതിന്റെ അഡ്ജസന്റ് സൈഡും കണ്ടുപിടിക്കണം, ഓപ്പോസിറ്റ് സൈഡും കൂടി കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതെല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സൈൻ കോസ് ടാൻ ഏത് വാല്യൂസ് ആണ് ഉപയോഗിച്ച് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഏത് കണ്ടുപിടിക്കാം? ഓപ്പോസിറ്റ് സൈഡോ അഡ്ജസന്റ് സൈഡോ ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. കാരണം രണ്ടും കണ്ടുപിടിക്കാൻ തന്നെയുള്ളതാണ്. ഓൾറെഡി കർണമാണ് തന്നിരിക്കുന്നത്, ഹൈപ്പോട്ടന്യൂസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം കോസ് ഉപയോഗിച്ച് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം എടുക്കേണ്ടത് കോസ് 40 വാല്യൂ ആണ്. കോസ് 40 ഈക്വൽ ടു
കോസിന്റെ വാല്യൂ എന്ന് പറയുന്നത് അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇക്വേഷൻ ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും എഴുതി വെക്കുക കേട്ടോ. അഡ്ജസെന്റ് സമീപവശം ബൈ കർണം, സമീപവശം ബൈ കർണമാണ്. കോസ് 40ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.76. കോസ് 40ക്ക് ഈക്വൽ ആയിട്ടുള്ള വരെയാണ്. കോസ് 40 എന്ന് പറയുന്ന ആംഗിളിന് ഈക്വൽ ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ് 0.76. അത് അവിടെ കൊടുക്കുന്നു. ഈക്വൽ ടു അഡ്ജസെന്റ് സൈഡ് തന്നിട്ടില്ല, സോ നമുക്ക് അതിന് പി ക്യു എന്ന് തന്നെ പേര് കൊടുക്കാം. ബൈ ഹൈപ്പോട്ടന്യൂസ് ഓൾറെഡി പേര് കൊടുക്കുന്നില്ല, കാരണം ക്യു ആർ അതാണ് അതിന്റെ പേര്. ഇവിടെ പി ക്യു ആർ വേണമെങ്കിൽ നമുക്ക് എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ ക്യു ആറിന് വാല്യൂ കൊടുത്താലും മതി. ഇവിടെ ക്യു ആറിന്റെ സ്ഥാനത്ത് ഞാൻ ഇവിടെ നേരിട്ട് വാല്യൂ കൊടുക്കാണ് 25. സോ പി ക്യു എന്ന് പറയുന്നത് therefore പി ക്യു ഇസ് ഈക്വൽ ടു 25 into 0.76 മൾട്ടിപ്ലൈ ചെയ്താണ് നമുക്ക് ആൻസർ എഴുതേണ്ടത്. അപ്പൊ 25 into 76 ഗുണിക്കാം. 6 5 30, ബാലൻസ് 3, 2 6 12, 12 plus 3 15, 7 5 35, ബാലൻസ് 3 വീണ്ടും 14, 14 plus 3 17, 0 10 0 9, ബാലൻസ് ഒരു 1 ഉണ്ട് 9, ഇവിടെ 1 19. നോക്കാം, നമ്മൾ 25നെ 76 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. നമുക്ക് ഗുണിക്കേണ്ടത് ശരിക്കും 0.76 കൊണ്ടാണ്. അപ്പോൾ 2 സ്ഥാനത്തേക്ക് പോയിന്റ് ഇടുന്നു, പോയിന്റ് ഇവിടെ വരും. അപ്പം 19 സെന്റിമീറ്റർ കൃത്യമായിട്ട് 19. ദർ ഇസ് നോ ഡെസിമൽ വാല്യൂ ബിക്കോസ് ഡെസിമലിന്റെ സ്ഥാനത്ത് നമുക്കത് 0 ആയിപ്പോയി, അതുകൊണ്ട് എഴുതുന്നില്ല. അപ്പോൾ 19 സെന്റിമീറ്റർ ആണ് നമുക്ക് എന്ത് കിട്ടുക, പി ക്യൂവിന്റെ അളവ് കിട്ടുക. ഇതുപോലെ തന്നെ അപ്പോൾ നമുക്ക് പി ക്യൂ കിട്ടിയല്ലോ 19 സെന്റിമീറ്റർ. ത്രികോണത്തിന്റെ ചുറ്റളവാണ് കാണേണ്ടത്, പെരിമീറ്റർ ആണ്. അപ്പൊ എല്ലാ സൈഡും കാണണം, അപ്പൊ ഒരു സൈഡും കൂടി മിസ്സിംഗ് ആണ്. അപ്പൊ നമുക്ക് ഏതാ വേണ്ടത്? ഇപ്പൊ നമുക്ക് 14നെ ആസ്പദമാക്കി ബേസ് ചെയ്യുമ്പോൾ ഏത് സൈഡാ ഇനി ഇല്ലാത്തത്? ഓപ്പോസിറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. ഇവിടെ ഹൈപ്പോട്ടന്യൂസോ അഡ്ജസന്റോ ഏതെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ടാൻ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഏതാണ് സൈൻ ഉപയോഗിച്ചും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പൊ ഞാനിവിടെ സൈൻ ഉപയോഗിക്കുകയാണ്. സൈൻ 40 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ കർണം. സൈൻ 40ന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 0.64 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടില്ല, സോ അവിടെ പേര് കൊടുക്കുകയാണ് പി ആർ ബൈ ഹൈപ്പോട്ടന്യൂസ് 25 ആണ്. therefore പി ആർ ഇസ് ഈക്വൽ ടു 25 into 0.64. നേരത്തെ ചെയ്തതുപോലെ 25നെ 64 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 25 into 64, I 4 20, ബാലൻസ് 2, 2 into 4 8, 8 plus 2 10. ഇനി 6 5s are 30, ബാലൻസ് 3 ആണ്. 12 12 3 15. വീണ്ടും നമ്മൾ 0 0 6 1 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ ദ ആൻസർ ഈസ് പി ആർ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 16 സെന്റിമീറ്റർ എന്ന് കിട്ടി. അവിടെയും ഡെസിമൽ പാർട്ടിലെ വാല്യൂ 0 ആയതുകൊണ്ട് നമുക്ക് അവിടെ 16 എന്ന് പറയുന്ന ഒരു കറക്റ്റ് ഹോൾ നമ്പർ ആയിട്ട് നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ 16 സെന്റിമീറ്റർ കിട്ടി. ഇപ്പൊ നോക്കിയേ, ട്രയാങ്കിളുടെ എല്ലാ സൈഡ്സും കിട്ടിയില്ലേ? 16 സെന്റിമീറ്റർ, 19 സെന്റിമീറ്റർ, 25 സെന്റിമീറ്റർ. സോ ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഈ സൈഡെല്ലാം കൂടി കൂട്ടിയാൽ മതി. ഏതൊക്കെ? 25 പ്ലസ് 16 പ്ലസ് 19 എല്ലാം കൂടി കൂട്ടാം. 25 16 19 രണ്ടും കൂടി കൂട്ടുമ്പോൾ 15 15 5 20, ബാലൻസ് 2 ആണ്. നോക്കാം, 9 6 15 15 5 20, 0 ശിഷ്ടം 2 2 2 4 4 2 6 60. 60 സെന്റിമീറ്റർ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. നോക്കിയേ, ത്രികോണത്തിന്റെ ചുറ്റളവ് നമുക്ക് കിട്ടി 60 സെന്റിമീറ്റർ. അപ്പോൾ ട്രയാങ്കിളിന്റെ ചുറ്റളവ് കാണുക, ഏരിയ കാണുക, പെരിമീറ്റർ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ബന്ധപ്പെട്ട പെരിമീറ്റർ ആകുമ്പോൾ, ചുറ്റളവ് ആകുമ്പോൾ എല്ലാ സൈഡ്സും വേണം. എല്ലാ സൈഡ്സും കണ്ടുപിടിക്കുന്നു, എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്തു. ഇനി ഏരിയ ആണെങ്കിലോ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ആലോചിക്കുക. എന്നിട്ട് അതിന്റെ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനിൽ കൊടുക്കുക. ആ സൈഡ് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. ഇല്ലെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. അത് ഉപയോഗിച്ച് ഇതുപോലെ സൈൻ കോസ് ടാൻസ് വാല്യൂ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ ഇത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ആദ്യത്തെ കണക്കിൽ ചെയ്തത് എന്താണ്? തന്നിരിക്കുന്ന ഒരു ഫിഗറിലെ ഏതെങ്കിലുമൊക്കെ 2 സൈഡുകളൊക്കെ മിസ്സിംഗ് ആണെങ്കിൽ ആ സൈഡ്സ് കണ്ടുപിടിക്കുക. ഒരു സൈഡ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടാവും, ബാക്കി സൈഡുകൾ സൈൻ കോസ് ടാൻ വാല്യൂസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. രണ്ടാമത്തെ ചെയ്ത ക്വസ്റ്റ്യൻ, യു ഹാവ് ടു ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. ത്രികോണത്തിന്റെ ചുറ്റളവ് കാണാനായിരുന്നു ചോദ്യം. അവിടെയും ഒരു സൈഡ് നമുക്ക് തന്നിരിക്കുന്നു, റെസ്റ്റ് ഓഫ് ദ സൈഡ്സ് നമ്മൾ കണ്ടുപിടിച്ചു, നമ്മൾ പെരിമീറ്ററും കണ്ടുപിടിച്ചു. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. യെസ്, തേർഡ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഒരു ഫിഗർ ആണ്. തേർഡ് വൺ, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. XY സൈഡ് ഈസ് ദ ട്രയാങ്കിൾ. ത്രികോണത്തിന്റെ പേര് XYZ എന്നാണ്.
മുകളിൽ എക്സ്, വൈ എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ സെഡ്. സെഡിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് 70 ഡിഗ്രിയാണ്, 70 ഡിഗ്രിയാണ്. കൂടാതെ നമുക്ക് സൈൻ കോസ് ടാൻ വില തന്നിട്ടുണ്ട്. സൈൻ 70 ഈസ് ഈക്വൽ ടു 0.93, കോസ് 70 എന്ന് പറയുന്നത് 0.34 ആൻഡ് ടാൻ 70 എന്ന് പറയുന്നത് 2.74. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഓഫ് സൈൻ കോസ് ആൻഡ് ടാൻ. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എക്സ് വൈ എന്ന് പറയുന്ന സൈഡ് വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു 70 ഡിഗ്രി, സെഡ് എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശം എക്സ് വൈ എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ത്രികോണത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ ആണ് കാണേണ്ടത്. പരപ്പളവ്, വിസ്തീർണം എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ് കേട്ടോ. പരപ്പളവ്, വിസ്തീർണം. പരപ്പളവ് എന്നാണ് ഇപ്പോൾ ഉപയോഗിക്കുക. പണ്ടൊക്കെ വിസ്തീർണം എന്നാണ് എപ്പോഴും ബുക്കിലൊക്കെ നമ്മൾ കണ്ടിരിക്കുക. ഇപ്പൊ പരപ്പളവ് എന്നൊക്കെയാണ് പറയുക. അപ്പൊ പരപ്പളവ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാനുള്ള ഇക്വേഷൻ എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, ഹാഫ് ബി എച്ച്. എന്താണ് ബിയും എച്ചും? ബി ഇസ് ഈക്വൽ ടു ബേസ്, എച്ച് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് അല്ല ഹൈറ്റ് അല്ലേ. അതായത് പാദവും ലംബവുമാണ് നമുക്ക് വേണ്ടത്. പാദം ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലല്ലോ, പാദമാണ് ഇവിടെ. ഇതാണ് പാദം അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത്. ലംബം എന്ന് പറയുന്നത് ഇതാണ്, 8 സെന്റിമീറ്റർ തന്നിരിക്കുന്ന ലംബമാണ്. ഓൾട്ടിറ്റ്യൂഡ്, ഹൈറ്റ് എന്നൊക്കെ പറയുന്നതാണ് എന്ത് വിളിക്കുക നമ്മൾ? ലംബം എന്ന് വിളിക്കുക. അത് തന്നിട്ടുണ്ട്. അപ്പൊ ബേസ് നമുക്കറിയില്ല, ഹൈപ്പോട്ടന്യൂസും വേണ്ട ആവശ്യമില്ല നമുക്കിവിടെ. ഹൈപ്പോട്ടന്യൂസ് നമ്മുടെ ഇക്വേഷനിലില്ല. ഹാഫ് ബി എച്ച് ആണ്, ബി ബേസും എച്ച് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് അല്ല, ഹൈറ്റ് ഓർ ആൾട്ടിറ്റ്യൂഡ് എന്നൊക്കെയാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിൽ ബേസ് ഓൾറെഡി തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ, ലംബം നമുക്കില്ല. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന സൈൻ കോസ് ടാൻ വിലകളാണ്. ഇതുമായി ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ 70 ഡിഗ്രീനെ ബേസ് ചെയ്ത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. നമുക്ക് വേണ്ടത് ഏതാ? അപ്പോ അഡ്ജസെന്റ് സൈഡ് ആണ് വേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്, അഡ്ജസെന്റ് സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഏതോ ഉപയോഗിക്കേണ്ടത്? ടാൻ ആണ്. ടാനിന്റെ വില ടാൻ 70 ആണ് ഉപയോഗിക്കേണ്ടത്. ടാനിന്റെ വില എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ് എന്നാണ്. മറക്കരുത്, നമ്മൾ നേരത്തെ ഉപയോഗിച്ച രണ്ടിലും നമുക്ക് ടാൻ വന്നിരുന്നില്ല. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. അതായിരുന്നു നമ്മുടെ ഇക്വേഷൻ ടാനിന് വേണ്ടത്. അപ്പൊ ടാൻ 70 വില തന്നിട്ടുണ്ട് 2.74 ആണ് ടാൻ 70യുടെ വില. 2.74 ആണ് ടാൻ 70ന്റെ വില. ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ, അത് തന്നിട്ടുണ്ട്. ബൈ ബേസ്, ബേസ് നമുക്ക് തന്നിട്ടുണ്ടോ? അതില്ല, അത് നമുക്ക് തന്നിരിക്കുന്നിട്ട് ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് വൈ സെഡ് ആണ് അഡ്ജസെന്റ് സൈഡ് എന്ന് പറയുന്ന വൈ സെഡ്. അഡ്ജസെന്റ് സൈഡ് നമുക്ക് തരാത്തതുകൊണ്ട് നമ്മൾ അത് അവിടെ കൊടുക്കുന്നു. അത് നമ്മൾ അവിടെ വൈ സെഡ് എന്ന് തന്നെ പേര് കൊടുക്കുന്നു, കാരണം നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ടുപിടിക്കണമെങ്കിൽ വൈ സെഡ് ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അതായത് ഇത് മുകളിലേക്ക് ഇടാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് ഇങ്ങോട്ട് പോകുന്നു. ഈ 2.74 ആ വൈ സെഡിന്റെ സ്ഥാനത്തേക്ക് മാറുന്നു. ദാറ്റ് മീൻസ് 8/2.74 എന്നാകുന്നു. 2.74 എവിടേക്കാണ്? ബൈ 8ന്റെ അടിയിലേക്ക്. ഇത് അങ്ങോട്ട് കൊണ്ടുപോയി അത് അവിടേക്ക് താഴേക്ക് ഇട്ടു. നോക്കുക, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ഡെസിമൽ സംഖ്യയും മറ്റൊരെണ്ണം ഡെസിമൽ അല്ലാത്ത സംഖ്യയും ആയതുകൊണ്ട് ഡെസിമൽ ഭാഗം കളയണം അല്ലേ. നമ്മൾ ഭിന്നസംഖ്യ ഫ്രാക്ഷൻസ് വരുമ്പോൾ അത് അതിനകത്ത് ഡെസിമൽ ഉണ്ടെങ്കിൽ, ദശാംശ സ്ഥാനം ഉണ്ടെങ്കിൽ, അതും ഫ്രാക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഡെസിമൽ സംഖ്യയുടെ സ്ഥാനം മാറ്റുക. അപ്പോൾ ഇവിടെ നോക്കുക, 2 സ്ഥാനമാണ് ഡെസിമൽ കഴിഞ്ഞ് കിടക്കുന്നത്. അപ്പൊ 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഗുണിക്കുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ഗുണിച്ചാൽ പോലെ അടിയും മുകളിലും ഗുണിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ 100 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് വൈ സെഡ് ഇസ് ഈക്വൽ ടു 8 × 100 800 ബൈ ഇവിടുത്തെ പോയിന്റ് മാറുന്നു 274 ആകും അല്ലെ. വൈ സെഡിന്റെ വാല്യൂ നമുക്ക് 274 കിട്ടും. കാരണം 100 കൊണ്ട് അടിയിലും മുകളിലും ഗുണിച്ച് നമ്മൾ ദശാംശ സ്ഥാനം മാറ്റാൻ വേണ്ടി. ഇനി എന്ത് ചെയ്യണം? ഹരിക്കണം. വൈ സെഡ് കാണണമെങ്കിൽ 800നെ 274 കൊണ്ട് ഹരിക്കണം. എത്ര പ്രാവശ്യം പോകുന്നു നോക്കാം. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. 3 കൊണ്ട് ഗുണിച്ച് നോക്കാം. 12 ബാലൻസ് 1, 21 + 1 22 ബാലൻസ് 2 6 6 2 8. അപ്പൊ പോകില്ലല്ലോ, 3 ടൈംസ് പോകില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും 2 ടൈംസ് കൊണ്ട് ഗുണിക്കാം. 24 8 2 × 7 14 ബാലൻസ് 1 2 × 2 4 1 5 548. 2 പ്രാവശ്യമേ പോകുള്ളൂ. ബാലൻസ് ചെയ്യാം, കുറയ്ക്കാം. നമുക്ക് ഇവിടെ 10 ആക്കണം. 10ൽ നിന്ന് 8 പോയാൽ 2 ആണ്. ബാക്കി ഇവിടെ 9 ഉള്ളൂ. 9ൽ നിന്ന് 4 പോയാൽ 5 ആണ്. ഇവിടെ 7 ഉള്ളൂ. 7ൽ നിന്ന് 5 പോയാൽ 2 ആണ്.
252 252 പോകില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്ത് ഒരു 0 അറ്റത്തിട്ട് കൊടുക്കണം അല്ലേ. പോയിന്റ് പോകില്ലല്ലോ. 252 എന്ന് പറയുന്നത് ചെറുതും 274 വലിയ സംഖ്യയുമാണ്. അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളൊരു 0 ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് എത്ര പ്രാവശ്യം പോകും നോക്കണം. 274 നിയറസ്റ്റ്, അതായത് 25 20 എന്ന് പറയുന്ന 2520 തൊട്ടടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഏതെങ്കിലും ഒരു സംഖ്യയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം. 8 കൊണ്ട് ഗുണിച്ചു നോക്കാം. 8 × 4 32, ബാലൻസ് 3, 8 56, 56 3 59, ബാലൻസ് 5, 2 × 8 16, 16 5 21 അല്ലേ 8. അപ്പോൾ 8 പ്രാവശ്യം ഗുണിച്ചപ്പോൾ 2192 ആണ്. നമുക്കൊന്നും കൂടി ഒരു സംഖ്യ കൂടി മുകളിലേക്ക് പോകാം. 9 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 9 × 4 36, ബാലൻസ് 3, 9 × 7 63, 63 3 66 6, ബാലൻസ് 6, 2 × 9 18, 18 6 24. അപ്പം നമുക്ക് ഇവിടെ നിർത്താം. 2466 കറക്റ്റായിട്ട് പോകില്ലെങ്കിലും ഇത്രയും വരെ പോകും. കാരണം കുറച്ചുകൂടി വലുതിലേക്ക് പോയി നമ്മൾ സംഖ്യ 9 ടൈംസ് ആണ് പോയത്. അപ്പോൾ ഡെസിമൽ കഴിഞ്ഞ് അത്രയും അധികം സംഖ്യ ഒന്നും കാണേണ്ട ആവശ്യമില്ല. നമ്മൾ 2.9 അവിടെ നിർത്തുകയാണ്. ഇനിയും വേണമെങ്കിൽ മൈനസ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം എത്രയാണ് പോകുമെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. 2.9 സെൻറ്റിമീറ്റർ. YZ വാല്യൂ നമുക്ക് കിട്ടി 2.9 സെൻറ്റിമീറ്റർ. അവിടെ കറക്റ്റായിട്ട് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, കറക്റ്റ് ആയിട്ടല്ല. നമുക്ക് വീണ്ടും അതിനെ മൈനസ് ചെയ്തിട്ട് ബാലൻസ് ചെയ്ത് ഇനിയും വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു ഡെസിമലും കൂടിയൊക്കെ കാണാം. അപ്പോൾ അത്രയും കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ YZ എന്ന് പറയുന്ന പാദം, അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ അഡ്ജസന്റ് സൈഡാണ് നമുക്ക് കിട്ടിയത്. YZ അത് പാദമായിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുക്കാം. ½ BH അര ഇൻറ്റു ബേസ് നമുക്ക് കിട്ടിയത് 2.9 ഇൻറ്റു H ഹൈറ്റ് ആണ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ആണ് 8 ഇവിടെ കൊടുക്കുന്നു. 2നെ നമുക്ക് 8 വെച്ച് ഡിവൈഡ് ചെയ്യാം. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 പ്രാവശ്യം പോകുന്നു. 4നെ 29 കൊണ്ട് ഗുണിച്ച് പോയിന്റ് ഡെസിമൽ പോയിന്റ് കറക്റ്റ് ആയിട്ട് ചെയ്താൽ 9 × 4 36, ബാലൻസ് 3, 2 × 4 8, 8 3 11. ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. 11.6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ കിട്ടുക. അപ്പോൾ നോക്കിയേ, ത്രികോണത്തിന്റെ പരപ്പളവ് ഏരിയ കാണാനും നമുക്ക് ഈ സാധനം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. സൈൻ കോസ് ടാൻ ഒക്കെ ഉപയോഗിച്ച് വശങ്ങളുടെ നീളങ്ങൾ ഏരിയ ആണെങ്കിൽ ഏരിയ കാണാനുള്ള വശം ഏതാണോ ആവശ്യം അത് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് നമുക്ക് അതിൻ്റെ വാല്യൂ ഏത് പരപ്പളവോ അല്ലെങ്കിൽ പെരിമീറ്ററോ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് റിലേറ്റഡ് ആയുള്ള സൈഡ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ട് വേണം, സോൾവ് ചെയ്തിട്ട് വേണം നമുക്ക് അതിൻ്റെ വാല്യൂയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രിഗണോമെട്രിയിൽ അതിനെ അപ്ലൈ ചെയ്ത് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചെയ്തത്. ഒന്ന്, ഒരു ക്വസ്റ്റ്യൻ ഒരു ഫിഗർ തന്നിട്ട് അതിൻ്റെ മറ്റ് സൈഡ്സ് കണ്ടുപിടിക്കാൻ. രണ്ടാമത്തേത് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ ഒരു സൈഡ് തന്നിട്ടുണ്ടായി, ബാക്കി 2 സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു, എന്നിട്ട് പെരിമീറ്റർ കണ്ടുപിടിച്ചു. മൂന്നാമത്തേത് ഒരു സൈഡ് തന്നിട്ട് നമ്മൾക്ക് അതിന് ഏരിയ ഓഫ് ട്രയാങ്കിൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനായിരുന്നു. മറ്റൊരു സൈഡും കൂടി നമ്മൾ കണ്ടുപിടിച്ചിട്ട്, അതായത് ബേസ് നമുക്കില്ലായിരുന്നു, അപ്പോൾ നമ്മൾ ബേസ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി നോക്കുക. നമുക്ക് അടുത്ത ദിവസം വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.